ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ഒരുപാട് പാട്ടുകളും ഒത്തിരി വിശേഷങ്ങളുമാണ് നമ്മുടെ പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. അതിനൊക്കെ മുമ്പായിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ഉണ്ണി അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം MJ അങ്കിൾ. ഇനി ഇവിടെ പാടാനെത്തുന്നത് നമ്മുടെ സകലകലാ വല്ലഭയായിട്ടുള്ള ജിതക്കുട്ടിയാണ്. പക്ഷെ ജിതക്കുട്ടി വരുന്നതിന് മുന്നേ നമുക്ക് വേറെ രണ്ടാൾക്കാരെ പരിചയപ്പെടാനുണ്ട്. ഇത്രയും നാൾ ഇവിടെ കുറെ പാട്ടുകളൊക്കെ പാടിയല്ലോ. പാടിയിട്ടൊന്നും ഇവിടെ വരാത്ത ജിതക്കുട്ടിയുടെ മാത്രം 2 ബിഗ് ബ്രദേഴ്സ് ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അതാ ഉമ്മയുടെ അപ്പുറവും ഇപ്പുറവും. ഹായ് ബിഗ് ബ്രദേഴ്സ്. ബ്രദേഴ്സിന്റെ പേരൊക്കെ പറയൂ. ഹലോ സാർ, എന്റെ പേര് ഫറസ് ഫൈസൽ. നൈസ് നെയിം. ഫിസാൻ ഫൈസൽ. യങ്ങസ്റ്റ് ജിതയാണോ? നിങ്ങൾ എത്ര വയസ്സ് വ്യത്യാസം 2 വയസ്സ് വ്യത്യാസം. 2 വയസ്സ് ഡിഫറൻസ്. ഫിസാനും ജിതയും 3 വയസ്സ് വ്യത്യാസം. മൊത്തം 5 വയസ്സ് 5 വയസ്സ് വ്യത്യാസം. അപ്പൊ വലിയേട്ടൻ എന്താ ചെയ്യുന്നത് നിങ്ങളൊക്കെ? ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ, BSc ഇലക്ട്രോണിക്സ് IT. ഞാൻ +1 കമ്പ്യൂട്ടർ സയൻസ്. അടിപൊളി. രണ്ടൊരു പാട്ടുകാരി കൂടെ കാണണം കേട്ടോ. ഉമ്മയും പാടും. നമുക്ക് പാട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേക്കാം നമുക്ക്. അപ്പൊ നമുക്ക് വിളിക്കല്ലേ? വിളിക്കാം. So let's welcome ജിതക്കുട്ടി on stage. ഏട്ടന്മാര് രണ്ടുപേരും പാടുന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പാട്ട് പാടും, പക്ഷെ കൂടുതൽ ഇൻട്രസ്റ്റ് സ്പോർട്സിനോടാണ്. അതെന്തായിരുന്നു? സ്പോർട്സ്, ഫുട്ബോള്, അതുപോലെ 1500, 500 അല്ല 100 മീറ്റർ ഓട്ടം. 100, 1500 ഓട്ടാണ്, ഒരേ ഓട്ടമാണ്. അല്ല, എനിക്കൊരു ഈ ചേട്ടന്മാർക്ക് അനിത്യയുടെ ഇടി കൊണ്ടിട്ടുണ്ടോ? ഉറപ്പല്ലേ? ചിരി നോക്കൂ. ഓടിടിച്ച് പൊട്ടിക്കുന്നത് നമ്മൾ കണ്ടിട്ട് ഞെട്ടിയില്ലേ? നന്ന കിട്ടിണ്ടാവും. ഒരു 1.5 ഇടിയാണോ? കരാട്ടയൊക്കെ അല്ലേ? പേടിയുണ്ടോ? ഉണ്ട്. പേടിയൊന്നുമില്ല. പേടിയില്ലെന്ന് പറയുന്നത് തന്നെ ഒരു വിറയലുണ്ട്. അങ്ങോട്ടും കൊടുത്ത് എങ്ങോട്ടും കിട്ടും, അതുകൊണ്ട് ഞാൻ കൊടുക്കാറില്ല. കിട്ടിട്ടുണ്ടോ? അല്ല, കിട്ടും, അതുകൊണ്ട് കൊടുക്കാറില്ല. അപ്പൊ പാട്ട് ഏതാണ് മക്കളെ? എന്റെ പൊന്നും തിങ്കൾ പോറ്റുമ്മാനെ. മെലഡി റൗണ്ട്. അതെ. രാരോ അല്ലേ? മ്യൂസിക് മോഹൻ സിതാര സർ, ലിറിക്സ് ONV കുറുപ്പ് സർ, പാടിയത് ചിത്രമ്മ. സിനിമ 1 മുതൽ 0 വരെ, വർഷം 1986. ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ ജിതക്കുട്ടി. താങ്ക് യു. നന്നായി പാടണേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Okay ജിതക്കുട്ടി, all the very best. താങ്ക് യു. പൊന്നും തിങ്കൾ
താങ്ക് യു. ആഹാ. ആഹാ, ശാന്തം, സുന്ദരം, താങ്ക് യു സർ. അത്രയ്ക്ക് നന്നായിട്ട് പാടി. താങ്ക് യു സർ. ആ ഫ്ലേവർ ഉണ്ടല്ലോ, ഈ പാട്ടിനൊരു ഫ്ലേവർ ഉണ്ട്. ഓരോ പാട്ടുകൾക്കും ഓരോ ഫ്ലേവർ. ഉം. ഈ പാട്ടിന്റെ ഫ്ലേവർ കേട്ടിട്ട് എനിക്ക് കമന്റിന് പോലും ശബ്ദം കൂട്ടാനായിട്ട് തോന്നുന്നില്ല. താങ്ക് യു സർ. ഈ പാട്ടൊക്കെ കേട്ടിട്ട് ജിത ഇറ്റ് ഇസ് ഗ്രേറ്റ്, റിയലി ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അല്ലേ? ബട്ട് ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. താങ്ക് യു സർ. സോങ്ങിന്റെ കോൺസെപ്റ്റ് ഉണ്ട്, അതെങ്ങനെ നമ്മൾ കൺസീവ് ചെയ്യുന്നു എന്നുള്ളത് ഒരു പാട്ടുകാരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ജിത ഒറിജിനലായിട്ട് കൺസീവ് ചെയ്യുന്നതാണ്. ചിത്രചേച്ചി പാടിയിട്ടുണ്ട്, അത് ബ്യൂട്ടിഫുൾ ആണ്. ബ്യൂട്ടിഫുളിൻ്റെ മെയിൽ ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ ഞാൻ പാടുമ്പോൾ എനിക്കെങ്ങനെ അത് എൻ്റെ ആലാപനമാക്കാം എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ടല്ലേ? ഇറ്റ് ഇസ് ദേർ. എനിക്കറിയാതെ എത്ര പാട്ടുകാരെ പഠിച്ച ആളാണ്. അപ്പൊ അതെനിക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു വേര് ഉണ്ട്, ആ വേരിനെ വലിയൊരു മരമായിട്ട് വളർത്തിയെടുക്കണം. അതാണ് ആവശ്യം. അതിനുള്ള ടാലന്റ് ഉണ്ട്. ജിതയുടെ ശബ്ദം ഏറ്റവും സുന്ദരമാവുന്ന ഇടം എന്ന് പറയുന്നത് ഹയർ ഒക്ടേവ് ആണ്. ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാതോർത്തു കേൾക്കാനാരെ വന്നു താലോലം തപ്പുകൂട്ടി പാടും, ആ ഭാഗമല്ലേ സൂപ്പറായിരുന്നു. താങ്ക് യു സർ. അത് രണ്ടാമത്തെ ചരണത്തിലും സൂപ്പറായിരുന്നു. ഈ മണ്ണിലും ഈ വിണ്ണിലും അതുവരെ സൂപ്പറാണ്. എന്നോമൽ കുഞ്ഞിന്നാരെ കൂട്ടായി വന്നു. ആഹാ, അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫുൾ സോങ്ങിന്റെ കഥ ഒരൊറ്റ വരിയിൽ ONV സാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് പാടുമ്പോഴത്തേക്കും കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് പാടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കില്ലേ എന്നൊരു സംശയം ഉണ്ട്. ഒന്ന് പാടിത്തരാമോ? ആ, അത് കുറച്ചും കൂടെ ഹസ്കി ആക്കണം. അങ്ങനെയാണ് മർമർ എന്ന് പറയും ഇംഗ്ലീഷിൽ, മർമരം എന്ന് മലയാളത്തിൽ പറയും. അങ്ങനെ മർമരം ചെയ്യണം നമ്മള് അവിടെ. അതാണ് അതിന്റെ ബ്യൂട്ടി ഉണ്ടാവുന്നത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. എന്നാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശാന്തം, സുന്ദരം. താങ്ക് യു സർ. ജിതക്കുട്ടിയുടെ ഒരു പ്ലസ് പോയിന്റ് മോളുടെ വോയിസ് ആണ്. വോയിസ് ഇസ് വെരി അട്രാക്റ്റീവ്. താങ്ക് യു സർ. നല്ല ഡിഫറെന്റ് ജോണേഴ്സ് ഓഫ് പാട്ടുകൾ പാടുന്ന സമയത്ത് അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നറിയാവുന്ന ഒരു വോയിസ്, എങ്ങനെ ആ പാട്ടിനെ കൺസീവ് ചെയ്യാം എന്നറിയാവുന്ന ഒരു വോയിസ്. വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. ഈ പാട്ടിൽ എനിക്ക് പല സ്ഥലത്തും കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് തോന്നി എനിക്ക്. അത് എവിടെ വെച്ചാൽ അനുപല്ലവിയുടെ സെക്കൻഡ് ലൈനിലൊക്കെ വന്ന് ലാൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ അത് അനുപല്ലവിയിലും ചരണത്തിലും ഒക്കെ തോന്നി. കാരണം ഈ പാട്ട് നല്ല എക്സ്പ്രസീവ് സോങ് ആണ്, വെരി എക്സ്പ്രസീവ് സോങ്. അപ്പോൾ അതിൽ ആ ശ്രുതിയിൽ ഇങ്ങനെ ലയിച്ച് നിന്നാൽ കുറച്ചും കൂടി ഒരു സുഖം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഓർക്കസ്ട്രേഷൻ കുറച്ചും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ശ്രുതി ലയം കിട്ടും തോന്നുന്നുണ്ട്. കാരണം ഈ ഓർക്കസ്ട്ര ഈ ഒരു പാട്ടിൽ പ്രത്യേകിച്ച് നല്ല ബാക്കിംഗ് ആണ്. വയലിൻസ് ആയാലും എല്ലാ ഇൻസ്ട്രുമെന്റ്സും അതിൽ ശരിക്കും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. ആ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് തന്നെ നമുക്ക് അനവധി പാട്ടുകൾ ഉണ്ടാക്കാം. അത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ബാക്കിംഗ് ആണ്. സോ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് പാടിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ബെറ്റർ ആക്കാം മോളെ. ഓക്കെ, സോ യു കൻ സിംഗ് ബെറ്റർ നെക്സ്റ്റ് ടൈം. ഓൾ ദി ബെസ്റ്റ് വിഷസ്. താങ്ക് യു സർ. ജിതാ, എന്റെ ഫേവറേറ്റ് പാട്ടാണ് കേട്ടോ. ആൻഡ് ബ്യൂട്ടിഫുൾ സെലക്ഷൻ. നല്ലൊരു സോങ് സെലക്ഷൻ ആണ് ഇപ്പം ജിതക്കുട്ടി ചെയ്തത്. Thank എനിക്ക് ആ ചരണത്തിലത്തെ സ്നേഹത്തിൻ മുന്തിരിത്തേൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 റിപ്പീറ്റും ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഭയങ്കര രസത്ത് പാടി. ഹൈ നോട്ട്സ് വരുന്ന സമയത്ത് നല്ല സുഖമാണ്. അതെ, ഹൈ നോട്ട്സ് വരുമ്പോൾ ഭയങ്കര രസമായിട്ട് മാറുന്നുണ്ട്. ഒരു എന്താ പറയാ, പ്രത്യേക ഒരു ക്ലാരിറ്റി വരുന്നു മേളിലോട്ടേക്ക്. മേളിലത്തെ ഫ്രീക്വൻസീസ് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഷുവർനെസ് ഒക്കെ വരുന്നുണ്ട് ആ ഒരു മേളിലേക്ക് പോകുമ്പോൾ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം നോട്ട് ചെയ്ത് എന്താ അറിയോ, ജിതക്കുട്ടി സംസാരിക്കുന്നത് സ്വപ്നം അങ്ങനെയല്ലേ പൊതുവെ ഒരു സ്ലാങ് വരുന്നത്. അപ്പൊ പാടുമ്പം സ്വപ്നങ്ങൾ എന്ന് തന്നെ പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. സ്വപ്നങ്ങൾ എന്ന് തന്നെ പറയണം. നമുക്ക് നമ്മുടെ സ്ലാങ് ഉണ്ടാവും, നമുക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ടാവും, ആ ഒരു ലാംഗ്വേജിലുള്ള പോലെ പ്രൊനൗൺസ് ചെയ്യാൻ ഉള്ള ഒരു ടെൻഡൻസി ചെറുങ്ങനെ ഉണ്ടാവും പാട്ടുകൾ പാടുമ്പോൾ. സ്വപ്നം എന്നാണ് പറഞ്ഞു പോവാ. പക്ഷെ നമ്മൾ പാട്ട് പാടുമ്പോ എന്ത് ചെയ്യണം, സ്വ കറക്റ്റ് ആയിട്ട് അത് പ്രൊനൗൺസ് ചെയ്യണം. ഓക്കെ, അതുപോലെ പൂമിഴികൾ, പൂ ക്ലിയർ ആയിരിക്കണം. ഇങ്ങനത്തെ കുഞ്ഞു സാധനങ്ങളാണ്. മൊത്തത്തിൽ ജിതക്കുട്ടി അടിപൊളിയാണ്. ഓവറോൾ ആ ഫീല് പുതിയൊരു ജിതനെ കണ്ട പോലത്തെ ഒരു ഫീല് വന്നു കേട്ടോ എനിക്ക്. പുതിയൊരു ജിത, വേറെ ഒരു ഡയമെൻഷൻ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ജിതക്കുട്ടീനെ എനിക്ക് ഇന്നിവിടെ കാണാൻ പറ്റി.
വിച്ച് ഇസ് ബ്യൂട്ടിഫുൾ. താങ്ക് യു മാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പിന്നെ ഈ പാട്ട് കേൾക്കുമ്പോൾ നിർബന്ധമായിട്ടും പറയേണ്ട ഒരു കാര്യമാണ്. മോഹൻ ചേട്ടനെ പറ്റി അങ്ങനെ ഒരുപാട് പേര് എടുത്തു പറയുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു ഗ്രേറ്റ് മ്യൂസീഷ്യൻ, ഗ്രേറ്റ് മ്യൂസിക് കമ്പോസറാണ്. അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ള പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് സോങ്സ് ആണ് ഈ സോങ് എന്നുള്ളത്. അപ്പം മോഹൻ ചേട്ടന് നമ്മുടെ ഒരു വലിയ നമസ്കാരമുണ്ട്. ഫോർ ഓൾ ദ സോങ്സ് യു ഹാവ് ഗിവൺ ആൻഡ് ഫോർ ഓൾ ദ സോങ്സ് യു ആർ അബൌട്ട് ടു ഗിവ് അസ്. താങ്ക് യു. ജിതക്കുട്ടിക്ക് it is not going to be 79 out of 100. It is going to be 97 out of 100. ജിതക്കുട്ടീനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. കാരണം ഇങ്ങനെ ഫാമിലി ആയിട്ട് വന്നിട്ടാണെങ്കിൽ എല്ലാവരും പാടും എന്നും MJ ഞങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കും നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാകും ഒരു ഫാമിലി സോങ് കേൾക്കാനായിട്ട്. നമുക്ക് അങ്ങനെ ഒരു പാട്ട് കേട്ടാലോ? പിന്നെ റെഡി. ഉമ്മയും ചേട്ടന്മാരും റെഡി അല്ലേ? ബിഗ് ബ്രദേഴ്സ്. ഏത് പാട്ടാണ് ജിത? അനുരാഗവിലോചനായി. അടിപൊളി. അപ്പൊ നമുക്ക് അവരെ 3 പേരെ സ്റ്റേജിലോട്ട് വിളിക്കാം അല്ലേ? വെൽക്കം. അപ്പൊ ഇതാണ് ജിതക്കുട്ടിയുടെ ഫാമിലി. ഉപ്പ ദുബായിലാണ് അല്ലേ? അതും കൂടെ ഉപ്പയും കൂടെ വന്നാലേ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഒരു ദിവസം നമുക്ക് കൊണ്ടുവരണം. ഓക്കെ, പാട്ട് കേൾക്കാം നമുക്ക് അല്ലേ? റെഡി അല്ലേ? റെഡി. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പൗർണമി കാണും അഴകെല്ലാം ഉള്ളൊരു പൂവിന് അറിയാതെ ചെറുമയക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. തണലും വെയിലും ഉണരും തൊടിയിൽ മിഴികൾ പായുന്നു കൊതിയിൽ. കാണാനുള്ളിലുള്ള ഭയമോ കാണാനേറെയുള്ള രസമോ ഒന്നായി വന്നിരുന്നു വെറുതെ പടവിൽ. കാത്തിരിപ്പൂവിങ്ങലല്ലേ കാലമെങ്ങോ മൗനമല്ലേ മൗനം തീരില്ലേ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം.
ഉമ്മയും ഉമ്മയുടെ മുത്തുമകളും പിന്നെ 2 പില്ലേഴ്സ് ഓഫ് സ്ട്രെങ്ത് 2 സൈഡിലും. വാവ്. ആയ്. കേട്ടോ ടീഷർട്ടിൽ എഴുതിയിട്ടോ വാവ്. മ്യൂസിക്കൽ ഫാമിലി അല്ലേ? എല്ലാവരും പാട്ട് പാടുക, എല്ലാവരും പ്രൊഫഷണൽ ആയിട്ട് പാടുക. ഭയങ്കര പ്രൊഫഷണൽ സിംഗിങ്. വെരി പ്രൊഫഷണൽ. ജിതയുടെ അമ്മയുടെ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. സെയിം ആണല്ലേ? വ്യത്യാസമുണ്ട്. പിന്നെ ദുബായിലുള്ള ആളില്ലേ ഉപ്പ പാടുന്നതാണ്. അതെ. അവിടെ വരാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. ദുബായ് മിസ് ചെയ്യും ശരിക്കും. പക്ഷെ ഉപ്പയ്ക്ക് ഒരു ഹായ്. യെസ്. കാണാൻ തന്നെ ഭയങ്കര രസമാട്ടോ. ഞാൻ അല്ലെങ്കിൽ ആഘോഷങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളിലൊക്കെ ഭയങ്കര രസമായിരിക്കില്ല എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് പാടാൻ. ബ്യൂട്ടിഫുൾ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇടയ്ക്കിടയ്ക്ക് വരണം, ഇങ്ങനെ നമുക്ക് ആഘോഷമാക്കണം അല്ലേ എപ്പിസോഡുകളൊക്കെ. താങ്ക് യു സോ മച്ച്. അച്ഛൻ്റെ അടുത്ത് സ്പെഷ്യൽ അന്വേഷണം പറയണം. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ആര്യ ചേച്ചി, ഇനി ഒരു ഡെഡിക്കേഷൻ റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ഡെഡിക്കേഷൻ റൗണ്ടില് ആര്യ ചേച്ചിക്ക് വളരെ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് വരാൻ പോകുന്നത്. കുഞ്ഞൂസ്. അതെ, ഈ ഇടയ്ക്ക് കല്യാണം വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പിണങ്ങി വീണ്ടും കൂട്ടുകൂടിയിരിക്കുന്ന, അതെ വീണ്ടും കൂട്ടുകൂട്ടിയിരിക്കുന്ന നമ്മുടെ കുഞ്ഞൂസ് എത്താൻ പോകുന്നു. പാട്ട് ആര്യ ചേച്ചിക്കാണോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയില്ല. അത് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. സോ ലെറ്റ്സ് വെൽക്കം റിജ്വൽ ഓൺ സ്റ്റേജ്. അവൻ പാടാൻ വന്നതല്ല, പിന്നെ അവൻ ക്രിക്കറ്റ് കളിക്കാൻ പോവാ അല്ലേടാ? പാടാനും കൂടിയാ വന്നത്. അതിനും കൂടെയാണെന്ന്. ക്രിക്കറ്റ് കളിച്ച് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ പാടാന്ന്. അപ്പോ എന്തൊക്കെയാണ് വിശേഷം? സുഖം. സുഖം? പരമസുഖം? എത്ര പരമസുഖം? പരമസുഖം എന്ന് വെച്ചാല് 100-ല് 100 തന്നെ. ഫുള്ള് ഭയങ്കര സുഖാണത്. പരമസുഖം. ആളിവിടെ ഇരിക്കുന്നുണ്ടോ? കുട്ടൂസ്. കുട്ടൂസ് എന്റെ ഓർമ്മയുണ്ടോടാ? കുട്ടൂസിനെ ഞാൻ മറക്കൂലല്ലോ, ഓർമ്മ ഉണ്ടാവാതിക്കും. എന്നിട്ട് എന്നെ ഒരു പ്രാവശ്യമെങ്കിലും നീ എന്റെ അടുത്ത് ഒരു ഹായ് എങ്കിലും പറഞ്ഞോ? ഞാൻ 3 കൂടിയിട്ടല്ലേ വരുമ്പോ ഹായ് പറഞ്ഞത്. 3 കൂടെ. എനിക്ക് സ്പെഷ്യൽ ഹായ് ഒന്നും ഇല്ല അല്ലേ? ഇപ്പൊ പണ്ട് എനിക്ക് തരാറുണ്ടായിരുന്നു സ്പെഷ്യൽ ഹായ്. അത് കുട്ടൂസ് ഇങ്ങോട്ടേക്ക് തരുമ്പോലെ ഞാൻ സ്പെഷ്യൽ ഹായ് അങ്ങോട്ടേക്ക്. ഞാൻ ഒരു സ്പെഷ്യൽ ഹായ് തരട്ടെ? ഹായ്. ഹായ് കുട്ടൂസേ. എന്താണ് വിഭവം? പാട്ട് കുഞ്ഞെ നിനക്ക് വേണ്ടി. ഏത് കുഞ്ഞിന് വേണ്ടിയാ? ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന അമ്മക്കാ. അമ്മക്ക് വേണ്ടിയിട്ടാണ്. ശരി, കുഞ്ഞിനുള്ള പാട്ടല്ലേ ഇത്? അല്ലേ? ഇത് കുഞ്ഞ് അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുക. അത്ര ഇഷ്ടമാണോ അമ്മേനെ? അമ്മ എനിക്ക് വേണ്ടിയിട്ടാണ് ജോലി ഒഴിവാക്കിയിട്ട് സംഗീത ക്ലാസ്സിലൊക്കെ കൊണ്ടുപോകുന്നത്. അമ്മക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ എന്റെ അമ്മക്ക് മാത്രമല്ല ഈ ലോകത്തിലുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. കാഴ്ച അല്ലേ മൂവി? കാഴ്ച മൂവി കണ്ടിട്ട് ഇങ്ങനെ കരയും ഞാൻ ഓരോ പ്രാവശ്യം കാണുമ്പോഴും. ക്ലൈമാക്സ് എത്തുമ്പോൾ എനിക്ക് സഹിക്കില്ല. പക്ഷെ കുട്ടനാടൻ കായലിലെ എനിക്ക് ഭയങ്കര ഇഷ്ടം ആ പാട്ട്. മധുചേട്ടനെ മിസ് ചെയ്യുന്നു ഇപ്പൊ. പാട്ടിന്റെ ജാതകം എങ്ങനെയാണ്? സിനിമ കാഴ്ച, ഇയർ 2004, മ്യൂസിക് മോഹൻ സിത്താര സാറ്, ലിറിക്സ് കൈതപ്രം സാറ്, പാടിയത് യേശുദാസ് സാറ്. നന്നായിട്ട് പാടണേ. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ടാണ്. എല്ലാ അമ്മമാർക്കും, ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള പാട്ടാണ്. സൂപ്പർ ആക്കണേ. ഇത് കഴിഞ്ഞ ഒരു ഗിഫ്റ്റ് വരുന്നുണ്ടേ. നന്നായിട്ട് പാടുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഫുള്ളി ഇൻവോൾവ് ആയിരിക്കും. എന്ത് ഗിഫ്റ്റ് ആണെന്ന് നോക്കാം. പാടിയാലാണ്, നന്നായിട്ട് പാടിയാലാണ്, അല്ലെങ്കിൽ കിട്ടൂല. നല്ലോണം പാടണേ. ഓക്കെ. എനിവേസ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വേണ്ടി എങ്ങോ കാത്തു നിൽപ്പൂ കുഞ്ഞേ നിനക്കു വേണ്ടി എങ്ങോ കാത്തു നിൽപ്പൂ ഉരുകുന്ന സ്നേഹമോടെ മിഴി തോർന്ന മോഹം പോലെ നീ എന്ന് വരുമെന്നോർത്ത് കൊണ്ട് ദൂരെ ദൂരെയൊരമ്മ
ഉജ്ജ്വല, എന്തോ നീ ഒരു ഉജ്ജ്വലനാണ്. ആ. ഇങ്ങനെ ഇറങ്ങി പറഞ്ഞിട്ടുണ്ടോ? കൊറേ പ്രാവശ്യം MJ സാറ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഉജ്ജ്വല, നീ ഒരു റുജ്വലനാണ്, ഇങ്ങനെ ഇറങ്ങി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഹുറേ. ഇപ്പൊ പറഞ്ഞേ. ഉജ്ജ്വലമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ, ആണോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ? ആ, ആയിക്കോട്ടെ. കണ്ടോ അവന്റെ ടീഷർട്ട് കണ്ടോ? എനിവേസ് എന്തായാലും കുഴപ്പമില്ല. ലെറ്റ്സ് ഗോ ഇൻടു ദി സോങ് അല്ലേ? രണ്ടാമത്തെ ചരണം പാടിയില്ലേ? അതാണ് ഹൈലൈറ്റ്. പോയി വരൂ നീ, പോയി വരൂ നീ, തിരികെ എത്താൻ പോയി വരൂ, ലോകമെല്ലാം കീഴടങ്ങും സ്നേഹമായി നീ പോയി വരൂ. അസലായിരുന്നു. താങ്ക് യു. എങ്ങനെയാ അതൊക്കെ പാടിയത്? ഗ്രൂമേഴ്സിന്റെ കഴിവാ. ആണോ? ഗ്രൂമേഴ്സിന് കഴിവ്. എന്ത് സത്യസന്ധമായിട്ടാണ് അവൻ സംസാരിക്കുന്നത്. അത് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് പലതും കുഞ്ഞുങ്ങളുടെ നിന്ന് പഠിക്കാനുണ്ട് കേട്ടോ. എസ്പെഷ്യലി നിഷ്കളങ്കമായിട്ടുള്ള സമീപനം. നമുക്കൊക്കെ നിഷ്കളങ്കത എപ്പോഴോ നഷ്ടപ്പെട്ടു അല്ലേ മീനുട്ടി? എനിക്ക് നഷ്ടപ്പെട്ടു. എന്താ ഒരു സംശയം? എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു സംശയമില്ല, എനിക്കൊരു സംശയമില്ല മീനുട്ടിയുടെ കാര്യത്തിൽ. അപ്പൊ ആ ചരണം കലക്കിയിട്ടുണ്ട്. പിന്നെ ചില സ്ഥലത്ത് ബ്രത്ത് എടുക്കുന്നില്ലേ മോന്? അത് ശ്വാസം കിട്ടുന്നില്ല. ശ്വാസം കിട്ടുന്നില്ല. അത് ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് കൊണ്ടാണോ അല്ലെങ്കിൽ ശ്വാസം കൃത്യമായിട്ട് എഴുതി വെച്ച് പഠിക്കാത്തതുകൊണ്ടാണോ? എനിക്ക് കുറച്ച് സ്ട്രെയിൻ തോന്നുന്നുണ്ട്. കുറച്ച് സ്ട്രെയിൻ. അവിടെ ഇവിടെ ശബ്ദത്തിന് ഒരു ഗ്ലും വന്നിടയ്ക്ക് അല്ലെ, 2 ഗ്ലും വന്നെന്ന് തോന്നുന്നു. അപ്പൊ ഗ്ലും കൂട്ടി കഴിഞ്ഞാൽ പിന്നെ റുജ്വലനാണ്. അല്ലെങ്കിൽ കുറച്ച് ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഇല്ല, ഞാൻ സാധാരണ എവിടെങ്കിലും വേദിയിൽ പാടുന്ന പോലെ വിചാരിച്ചിട്ട് പാടുന്ന. പിന്നെ റുജ്വലനോടാണോടാ കളി അല്ലേ? അന്നൊക്കെ പേടിണ്ടായിനി, ഇപ്പൊ കോൺഫിഡൻസ് ആയിട്ട്. ഇപ്പൊ കോൺഫിഡൻസ് ആണ്. അപ്പൊ അതില്ല, അങ്കിൾ അങ്ങനെ തോന്നിയാണ് കേട്ടോ. അത് അങ്കിളുടെ കുഴപ്പട്ടോ. ഓക്കെ, അപ്പൊ അത് ടെൻഷൻ അല്ല, പക്ഷെ ശബ്ദം വയ്യാത്തോണ്ടാണ് അങ്ങനെ ഗ്ലും ആയിപ്പോയത്. അത് സാരമില്ല കേട്ടോ. അപ്പൊ ബ്രത്ത് എങ്ങനെ എടുക്കും? നീ എന്ന് വരുമെന്നോർത്തുകൊണ്ടേ ദൂരെ ദൂരെ ഒരമ്മ എന്നുള്ളത് ഒരൊറ്റ ബ്രത്തിൽ എങ്ങനെ പാടാൻ പറ്റും? നമുക്ക് നല്ല ബ്രത്ത് ആദ്യം എടുക്കണം. മോഹം പോലെ കഴിഞ്ഞിട്ട് ഒരു ഉഗ്രൻ ഉജ്ജ്വലമായ റുജ്വല ബ്രത്ത് എടുക്കണം. അതെങ്ങനെ എടുക്കും? മിഴി തോർന്ന മോഹം പോലെ നീ എന്ന് വരുമെന്നോർത്ത് കൊണ്ട് ദൂരെ ദൂരെയൊരമ്മ. ഇപ്പൊ ബ്രത്ത് എടുത്ത സ്ഥലങ്ങൾ കറക്റ്റ് ആണ്. ഓക്കെ, അങ്ങനെ ഓരോ സ്ഥലത്തും ബ്രത്ത്. ഇനി പോയി വരൂ, എന്നുണ്ണി പൊന്നുണ്ണി, അത് പാടൂ. ബ്രത്ത്, പൊന്നുണ്ണി, ശ്വാസം. ഇനി പോയി വരൂ. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പൊ നമ്മൾ ബ്രത്തിന്റെ കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ, എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ എത്താൻ പറ്റും കേട്ടോ. അപ്പൊ റുജുല ശ്രദ്ധിക്കണേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അമ്മയെ പോലെ അമ്മ മാത്രമാണ്. അമ്മ പോലെ നമുക്ക് വേറെ ആരും കൂട്ടില്ല എന്നുള്ള സത്യവുമുണ്ട്. അപ്പോൾ മോന്റെ ആ ഒരു തോട്ടുണ്ടല്ലോ, അത് അങ്കിളിനെ ഒരുപാട് ഇഷ്ടപ്പെടുത്തിയാണ്. എന്തോ എനിക്ക് ചരണം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവസാനം ചരണത്തില് ഈ മനസ്സിനിടനാഴികളിൽ മാഞ്ഞു പോകില്ല നീ, ഭയങ്കര രസമായിട്ട് പാടി റുജു കുട്ട. ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഭാഗമൊക്കെ. താങ്ക് യു. ഇതേ തോന്നിയുള്ളൂ എടാ. ബ്രെത്ത് ഇഷ്യൂ മെയിൻ ആയിട്ട് സാറ് പറഞ്ഞു. പിന്നെ ഒരു അര സ്കെയില് കുറച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് പാടിയനെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹായ് റിജ്വൽ കുട്ടാ. ഹായ്. റിജ്വൽ കുട്ടൻ ഒരു ഭയങ്കര കോൺഫിഡന്റ് ബോയ് ആണ്. നടത്തു വരുമ്പോഴേ നമുക്കറിയാം. ഞാൻ എല്ലാ റൗണ്ടും ഒരുവിധം കണ്ടിട്ടുണ്ട് മോൻ പാടിയത്. ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് പാടുന്നതാണ്. ഇന്ന് മോന് വോയിസിനൊരു കംഫർട്ടബിൾ അല്ല അല്ലേ? അത് വന്നപ്പോ തന്നെ തോന്നുന്നു മോനെ അല്ലേ? അങ്ങനെ തോന്നിയിരുന്നോ? കുറച്ച് തോന്നിയിരുന്നു. മോന് മനസ്സിലായി പല്ലവിയില് ഡിഫക്റ്റ് വന്നത് മനസ്സിലായി, അനുപല്ലവിയില് ബ്രെത്ത് കിട്ടിയില്ല മനസ്സിലായി. അപ്പൊ ചരണം വളരെ ശ്രദ്ധിച്ചു പാടി, ഒരു ഡിഫക്റ്റും ഇല്ലാണ്ട് പാടി ചരണം അല്ലേ? ചരണം വാസ് പെർഫെക്റ്റ്, ക്ലീൻ ആയിട്ട് പാടി മോൻ. അപ്പൊ നെക്സ്റ്റ് ടൈം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൂടുതൽ ഭംഗിയായിട്ട് പാടാൻ പറ്റും. ഓക്കെ റുജുല, ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ പ്രോമിസ് ചെയ്ത ഗിഫ്റ്റാണ്. എന്താണത്? അറിയില്ല. ഓർമ്മയില്ല. നീ മറന്നുപോയോ? എന്താ വാങ്ങിത്തരാന്ന് പറഞ്ഞേ MJ അങ്കിള്? അറിയില്ല. ഓർമ്മയില്ലേ? ഓർമ്മയില്ല. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ട കേട്ടോ. ഡബിൾ സർപ്രൈസ് ആയിരിക്കും, അവൻ മറന്നിരിക്കുക. അയ്യോ കൊടുക്കണം. അന്നത്തെ ഓർത്താൽ ഗിഫ്റ്റ് ഉണ്ട്, ഓർത്തില്ലെങ്കിൽ ഗിഫ്റ്റ് ഇല്ല. ബാറ്റോട്ടാണോ? ആ ബാറ്റോ മറ്റോ അല്ല, അത് തന്നെ. ബാറ്റോ മറ്റോ അത് വരുന്നുണ്ട്.
അതെപ്പോ വരും? മാർക്കിന് ശേഷം വരും. ഓക്കെ. അപ്പൊ റുജുലിന് ഇന്ന് മാർക്ക് 96.5 ഔട്ട് ഓഫ് 100. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഗിഫ്റ്റ്. ഓക്കെ റുജുല, നമ്മൾ 3 പേരും കൂടെയാണ് ഈ ഗിഫ്റ്റ് തരണേ. ഓക്കെ, അതൊരു ബാറ്റല്ല, സ്റ്റംസ് അല്ല, ബോളല്ല, എല്ലാം കൂടെ ചേർന്ന് ഒരു ക്രിക്കറ്റ് കിറ്റാണ് നമ്മുടെ കുട്ടികൾ. ബാറ്റ് മാത്രമല്ല, ഫുൾ കിറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഇനി തകർക്കാൻ നമുക്ക്. ഇത് 3 ആൾക്കാരുടെയും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇത് അൺബോക്സ് ചെയ്യണ്ടേ? നമുക്ക് അൺബോക്സ് ചെയ്യാം. സന്തോഷായി. ഓ എടാ, ബാക്കിലൂടെ നോക്കടാ. നമ്മള് സ്റ്റേഡിയത്തിൽ എത്തി കേട്ടോ. ഓ എല്ലാം പെട്ടെന്നായിരുന്നു. റുജുല, എന്തോ ഒരു അങ്കിൾ ഒരു മോഡ് പറഞ്ഞുതരാം. അത് ഫോർവേഡ് ഡിഫെൻസീവ് സ്ട്രോക്ക്. എങ്ങനെയാണ്? നമ്മൾ കാല് വരണം മുമ്പോട്ട് വെച്ചു പക്ഷേ എന്നിട്ട് ഇങ്ങനെ ബാറ്റ് ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ ബോൾ. ബാറ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയല്ലേ, ഇങ്ങനെ നിൽക്കുമ്പോൾ ഫോർവേഡ് ഡിഫെൻസീവ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അതൊന്ന് ചെയ്ത് നോക്കുമ്പോൾ ചെയ്തോ. അതൊരു സ്ട്രോക്കാണ്, മറ്റേ ഡിഫെൻഡ് ചെയ്യാനാണ് കേട്ടോ. അത് പഠിക്കാം അങ്ങനത്തെ. അതുപോലെ ബാക്ക്വേർഡ് ഡിഫെൻസീവ് സ്ട്രോക്ക്, സ്ക്വയർ കട്ട്, പലതും നമുക്ക് പഠിക്കാം. ഫ്ലിക്ക് എല്ലാം പഠിക്കാം. ഓക്കെ, ഇനിയിപ്പോ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഇറങ്ങും അല്ലേ? അപ്പൊ നമുക്ക് ഇത് ഇനോഗ്രേറ്റ് ചെയ്യാം അല്ലേ? അതെ. അപ്പൊ നമ്മൾ ഈ ക്രിക്കറ്റ് കളിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. കൈയടിക്കൂ. ഇവിടെ ബോൾ ചെയ്യുന്ന ആൾ റെഡിയാണ്, ബാറ്റ് ചെയ്യുന്ന ആൾ റെഡിയാണ്, വിക്കറ്റ് കീപ്പർ റെഡിയാണ്, ഫീൽഡ് ചെയ്യുന്ന ആൾ റെഡിയാണ്. അടുത്തായി ബോൾ ചെയ്യാൻ പോകുന്നത് MJ അങ്കിൾ ആണ്. സിക്സർ. ഇനി ഉണ്ണിയങ്കിൾ, ഇനി അവസാനമായി ബോൾ ചെയ്യാനായിട്ട് എത്തുന്ന ഉണ്ണിയങ്കിൾ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ മത്സരത്തിൽ റിജ്വൽ അതിസമർത്ഥമായി വിജയിച്ചിരിക്കുന്നു. കൈയടിച്ച കിട്ടിയിട്ട് എന്താ പറയണേ റിജ്വൽ കുട്ടൻ? എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ലോണം ചിരിച്ചേ. സർപ്രൈസ് ഡേറ്റ്. ഇനി സീരിയസ് ആയിട്ട് കളിക്കുമല്ലോ അല്ലേ ക്രിക്കറ്റ്? ഗുഡ്. കളിക്കും. റിജ്വൽ കുട്ടാ, ഞാൻ ഒരു സമ്മാനം കൂടെ തരട്ടെ. ഞാൻ ഒരു പാട്ട് പാടിത്തരട്ടെ. റിജ്വൽ കുട്ടൻ ഈ ഇപ്പൊ പാടിയ പാട്ട് കാഴ്ച എന്ന് പറഞ്ഞ സിനിമയിലെ കുട്ടനാടൻ കായലില്ലേ എന്ന് പറഞ്ഞ പാട്ട് പാടാം. ഓക്കെ? പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. പണ്ടിവനൊരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമിഴ്ത്തി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പോ പഴം കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ തുറ്റത്തിന് വെള്ളം തേവണം. കള്ളിക്കുയിലേ തഞ്ചത്തിന് മീനും പിടിക്കണം. വേമ്പനാട്ട് കായൽ തിരകൾ തുടിക്കുന്നു തകതിമിതി കൃതേ. അമ്പിളിച്ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിമിതി കൃതേ. കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കാക്കക്കറുമ്പി.
കുടം കമിഴ്ത്തി ഞാൻ ഇളങ്കള്ളു കുടിക്കുമ്പോ കടം കഥ പറയടി പുള്ളിക്കുയിലേ. സൂപ്പർ. ഇന്ന് മൊത്തം സെലിബ്രേഷൻ മോഡല്ലേ. റിജൽ കുട്ടൻ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുമ്പോ ഞാൻ പിന്നെ എങ്ങനെ അവനൊരു ഗിഫ്റ്റ് കൊടുക്കാതിരിക്കുക. These are top singer season 6 moments for you. നമ്മുടെ റിജുൽ കുട്ടന് ഒത്തിരി സന്തോഷമുണ്ട്. അവന് ഭയങ്കര സന്തോഷം ഉണ്ടെങ്കിലും എനിക്കൊന്നും അവൻ അങ്ങനെ ഒത്തിരി പുറത്ത് കാണിച്ചു. അങ്ങനെ തന്നെയാണ് അവന്. പിന്നെ ഒത്തിരി സന്തോഷമുണ്ട്, അത് പ്രകടിപ്പിക്കാൻ അറിയില്ല അവന്. അതിങ്ങനെ ഉള്ളിൽ വെച്ചിരിക്കും, ചിരിക്കാൻ അങ്ങനെ അറിയില്ല. ഒരുപാട് സന്തോഷായിട്ടുണ്ടാവും ഇപ്പൊ. പാട്ട് പാടിയത് ഇഷ്ടമായോ? ആ, അമ്മയ്ക്കുള്ള ഡെഡിക്കേഷൻ ആയിരുന്നു. അതെ, ഇവൻ ഇതിനേക്കാളും നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു. എന്തോ അസുഖം കാരണം അറിയില്ല. നല്ല മിടുക്കം പാട്ടുകാരനാണ്. ഹാപ്പി ഹാപ്പി ഹാപ്പി, വെരി ഹാപ്പി. വെരി ഹാപ്പി. MJ അങ്കിളെ, ഒരു ഡിവറ്റ് പെർഫോമൻസ് ആണ് വരാൻ പോകുന്നത്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു പെർഫോമൻസ് ആയിരിക്കും ഉറപ്പായിട്ടും. കാരണം അത്ര നല്ലൊരു കോംബോ ആണ് ഇനി നമ്മുടെ ടോപ്പ് സിംഗർ ഫ്ലോറിലേക്ക് വരാൻ പോകുന്നത്. ആരൊക്കെയാണെന്ന് അറിയാമോ ക്യാപ്റ്റൻ? ദിയക്കുട്ടി ആൻഡ് ശ്രേയക്കുട്ടി. അതെ, ലെറ്റ്സ് വെൽക്കം ദിയക്കുട്ടി ആൻഡ് ശ്രേയക്കുട്ടി ഓൺ സ്റ്റേജ്. അപ്പോ എന്ത് രസാ നടന്നു വരുന്ന കാണാൻ. Oh my gosh, what a combination, what a combo. My god, രണ്ട് അൾട്ടിമേറ്റ്ലി ടാലന്റഡ് ആയിട്ടുള്ള രണ്ടുപേരുടെ അതെ, മത്സരമാണത്. മത്സരമില്ല, മത്സര ബുദ്ധി ഇല്ല അല്ലേ? അങ്ങനെ ഒരു ബുദ്ധിയുണ്ട് മീനുട്ടിക്കുണ്ടെന്ന് തോന്നുന്നു. മത്സരബുദ്ധി മത്സരബുദ്ധി നല്ലതല്ലേ അത്? മത്സരബുദ്ധി എപ്പോഴും നല്ലതല്ല. മത്സരബുദ്ധി ഇല്ലാതെ രണ്ടുപേരും ഒന്നിച്ച് എന്നുള്ളത്, ഒന്നായിട്ട് വരുമ്പോഴാണ് അത് ബ്യൂട്ടിഫുൾ ആവുന്നത്. അതാണ് ടോപ്പ് സിംഗറിന്റെ തീം. നമ്മളെല്ലാം ഒന്നിച്ചാണ്, ഒരേ ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ് സംഗീതത്തിന്റെ, അല്ലേ? അപ്പോ ദിയകുട്ടി, വാട്ട് ന്യൂസ്? എന്താ, ഞങ്ങളെല്ലാരും രണ്ടുപേരും എപ്പോഴും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തു പാട്ട്. പിന്നെ ചേച്ചിയാണ് എന്നെ വിളിക്കാറ്. ചേച്ചിയുടെ റൂമിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യും. ആരാദ്യം പഠിച്ചു പാട്ട്? രണ്ടാളൊരുമിച്ച് തന്നെ. ഒരുമിച്ച് പഠിച്ചു. ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോ ആ സമയം ഓൺലൈനിലൂടെ ഞങ്ങള് പാട്ടിന്റെ ലൈൻസ് ഒക്കെ ഡിവൈഡ് ചെയ്ത് അങ്ങനെ പഠിച്ചു. ഡാൻസ് ഉണ്ടോ? ആ, ഡാൻസ്. വെരി ഗുഡ്. അപ്പൊ ഏത് പാട്ടിനാ ഇന്ന് ഡാൻസ് ചെയ്യാൻ പോണത്? ദ്വാദശിയിൽ മണിദീപിക. വെരി കളർഫുൾ സോങ്. ഐ ലവ് ദാറ്റ് സോങ്. സൂപ്പർ സെലക്ഷൻ. എന്തൊരു മ്യൂസിക് ആണ് ഈ സോങ്. ഭയങ്കര എക്സ്പെരിമെന്റൽ ആണ്, ഭയങ്കര ഒരു എനർജിയാണ് പാട്ടിൽ. വെരി ബ്യൂട്ടിഫുൾ ആൻഡ് എ വെരി ബ്യൂട്ടിഫുൾ മെലഡി ഓൾസോ, അല്ലേ? അപ്പൊ മെലഡി കുട്ടികളാണ് രണ്ടുപേരും. ഡീറ്റെയിൽസ് പറഞ്ഞു. ഇയർ 2000, മൂവി മധുര നമ്പരക്കാറ്റ്, മ്യൂസിക് കമ്പോസർ വിദ്യാസാഗർ സർ, പിന്നെ ലിറിസിസ്റ്റ് യൂസഫ് അലി കേച്ചേരി സാർ, പാടിയത് സുജാതമ്മയും ദാസംഗ്രം. ചേച്ചി അനിയത്തി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്താണെന്നറിയോ, ചേച്ചി ഇങ്ങനെ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് നീ പറ. ശരിയാ, സാധാരണ ഒരേ പ്രായമാണെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഒക്കെ ആയിരിക്കും. ഡാൻസിന്റെ സ്റ്റെപ്പ് ഒക്കെ ഇവള് തന്നെ എന്നെ പഠിപ്പിച്ചാണോ? ശരിക്കും എത്ര വയസ്സ് വ്യത്യാസമുണ്ട്? ഞാൻ 8th, അവള് 6th. 8th 6th 2 വയസ്സ് വ്യത്യാസം അല്ലേ? വലിയ വ്യത്യാസം. ബിഗ് ഡിഫറൻസ്. അപ്പൊ സുന്ദരി കുട്ടികളെ, ഓൾ ദി ബെസ്റ്റ്. രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്.
നീർക്കണങ്ങൾ മെല്ലെ മെല്ലെ മുത്തുമാല ചാർത്തുകയാ ആശകളിൽ തേനലയായി തുള്ളി തുള്ളി എൻ്റെ ഉള്ളം പാടുകയാ കലാലോലം കണ്ണുകൾ കളിച്ചെണ്ടായി കൽപ്പന നറും തേനോ നിൻ സ്വരം നിലപ്പൂവോ നിൻ മനം എന്റെ മക്കളെ എത്ര ഇഷ്ടമായെന്നറിയാം. ആദ്യമായിട്ട് അത് വിഷ്വലി ആണ് കൂടുതൽ ഇഷ്ടം, രണ്ടാമത് മ്യൂസിക്കലി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാണെന്ന്. അപ്പൊ പാട്ടിലങ്ങ് അലിഞ്ഞുപോയി. അതിനിടയിൽ ചില ഡാൻസ് മൊമെന്റ്സ് ഒക്കെ ഞാൻ മിസ് ചെയ്തു സത്യത്തിൽ. കാരണം ആ പാട്ടിലായിരുന്നു ഞാൻ, എന്നെ പാട്ടിലാക്കിയ പാട്ടാണത്. ഈ കോസ്റ്റ്യൂമിലുണ്ടല്ലോ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. കോറിയോഗ്രാഫർ അതാ നിൽക്കുന്നു, ഒരു മിടുക്കിയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാ ഓവർ ഡൂയിങ് ഇല്ല, എത്ര വേണമോ അത്ര മാത്രം. അതാണ് ഒരു ആർട്ടിസ്റ്റ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. സോ കൊറിയോഗ്രാഫർ എന്നുള്ള രീതിയിൽ യു ആർ എ വെരി ഗുഡ് ആർട്ടിസ്റ്റ് കേട്ടോ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് ആ മാരതാപം എന്ന് പാടിയില്ലേ, അതൊന്നോട് പാടിക്കോ. ഓ അലിഞ്ഞുപോയി, അലിഞ്ഞുപോയി, ഇവിടെ ഇല്ല ഞാൻ. അടുത്ത ലൈൻ മോള് പാടിയില്ലേ. ദിവാസ്വപ്നം കണ്ടതോ നിശാഗന്ധേ പൂത്തതോ വിരുന്നീകാൻ മന്മഥൻ മഴക്കാറ്റായി വന്നതോ നനഞ്ഞല്ലോ കുങ്കുമം കുയിൽ പാട്ടിൽ പഞ്ചമം വരും ജന്മം കോടിയും ഏതേരാഗം പാടണം. സംഗീതത്തിന്റെ ഈ തേൻ ഒഴുകി ഒരു ഹണി ഗ്ലേസ്ഡ് ആയിട്ടാണ്, ഒരു എന്താണ് ഒരു തേനിന്റെ ഒരു നദി ഒഴുകണുണ്ടെങ്കിൽ അതായിരിക്കും. അങ്ങനെ തോന്നി കേട്ടോ ആ ഭാഗങ്ങളൊക്കെ. ശ്രീയുടെ വോയിസ് പിന്നെ പറയേണ്ടതില്ലല്ലോ, അത് നമ്മളെങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് അങ്ങ് കൊണ്ടുപോകും അല്ലേ. അപ്പൊ ഈ രാഗം പ്രത്യേകിച്ചും എനിക്ക് മാൽക്കൗൺസ്, ഹിന്ദോളം അതിനേക്കാളും കൂടുതൽ മാൽക്കൗൺസിന്റെ എലിമെന്റ്സ് ആണ്. എപ്പോഴും ഹിന്ദുസ്ഥാനി രാഗങ്ങള് അതിന്റെ കറസ്പോണ്ടിങ് കർണാട്ടിക് രാഗങ്ങൾ എന്ന് പറയാറുണ്ട്.
പക്ഷെ ഞാൻ അതിൽ ബിലീവ് ചെയ്യുന്നില്ല. രണ്ടും രണ്ടാണ്. സ്വരസ്ഥാനങ്ങൾ മാത്രമേ ഒന്നുള്ളൂ, അതിൻ്റെ ഉപയോഗങ്ങൾ വേറെയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത ആ രാഗത്തിൻ്റെ. പിന്നെ സുബിൻ, ഒരു സല്യൂട്ട് ഉണ്ട് കേട്ടോ. ആ നോട്ട്സ് ഗംഭീരമായിട്ട് വായിച്ചു കേട്ടോ. ശരിക്കും ഇങ്ങോട്ട് ഫീൽ ചെയ്ത് ഉള്ളിലോട്ട് കയറി അവിടെ അങ്ങ് ഇരുന്ന്. ഇനി ഇറങ്ങിപ്പോകാൻ കുറച്ച് ദിവസം എടുക്കും. താങ്ക് യു. അത് വണ്ടർഫുൾ ആണ്. പിന്നെ ദിയ പാടിയതിൽ ഹമ്മിങ് ആദ്യം തുടങ്ങിയപ്പോൾ അവിടെ കോൺഫിഡൻ്റ് അല്ലായിരുന്നു അല്ലേ? അവിടെ ഒരു വ്യത്യാസം വന്നു. പിന്നെ ആ ആശകളിൽ തേനല്ല, അതെങ്ങനെയാണ്? അതന്നെ, അത് മൈന്യൂട്ടാണേ, അത് ശ്രദ്ധിക്കാൻ വേണ്ടി. കാരണം ദിയയും ശ്രീയൊക്കെ നമ്മൾ വച്ചിരിക്കുന്നത് താഴെ ഇവിടെ ഗ്രൗണ്ടിലൊന്നും അല്ല, അങ്ങ് സ്കൈയിലാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഏതോ ഒരു തൃശങ്കൂലാവുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ പെടപെടപ്പെടും തുടങ്ങും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അപ്പൊ ഈ രാഗത്തിന്റെ ചില ഛായകളുള്ള ഒരു പാട്ട് പണ്ട് ഞാൻ ചെയ്തത് എനിക്ക് ഓർമ്മ വരുന്നത്. ഉറങ്ങാതെ രാവുറങ്ങി ഞാൻ, ഉറങ്ങാതെ രാവുറങ്ങി ഞാൻ. അത് ജേട്ടനും ചിത്രചേച്ചിക്ക് നന്നായി അസലായിട്ട് പാടി വെച്ചിട്ടുണ്ട്. അതിനെ മോശമാക്കാൻ ഞാനില്ല. എന്നാലും ജസ്റ്റ് പാടാനായിട്ട് ഒരു തോട്ട് ഇപ്പോൾ പെട്ടെന്ന് വന്നതാണ്. അത് സിമിലർ ഒരു രാഗത്തിന്റെ പാറ്റേൺ ഉള്ള പാട്ടാണ് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇതൊരു ഫാബുലസ് കോമ്പിനേഷൻ ഓഫ് സിംഗേഴ്സാ. ഹാറ്റ്സ് ഓഫ് ടു ദി ടീം ഹു സെലക്ടഡ് ദിസ്, ഈ ഒരു കോമ്പിനേഷൻ. കാരണം രണ്ടുപേരുടെയും വോയിസ് ഇങ്ങനെ എടുത്ത് ചില്ലുമാരി നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാട്ടിൽ വേറെ ഒന്നും ശ്രദ്ധിക്കില്ല, നമ്മൾ ആ പാട്ട് കേട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. പിന്നെ സെലക്ട് ചെയ്ത പാട്ട് വിദ്യാജിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് സോങ്സ്. ആ പാട്ടിൽ എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നത്. പാട്ട് പാടുന്നത് മാത്രമല്ല, ഓർക്കസ്ട്രയില് പല മാജിക്കും ചെയ്തു വെച്ചിട്ടുണ്ട്. വീണയായാലും ബേസ് ഗിറ്റാർ എൻ്റെ ഒരു സ്ട്രെങ്ത് ആയിരുന്നു ആ പാട്ടിന്റെ. സോ സ്റ്റൈലിഷ്. ആ ഓർക്കസ്ട്രയുടെ ആ ഒരു ഇത് കാരണമാണ് നിങ്ങൾക്ക് ഇത്രയും നന്നായിട്ട് പാടാൻ പറ്റിയതെന്ന് പറയാം. അത് ആസ്വദിച്ച് പാടിയില്ലേ? യെസ്. അപ്പോൾ അതൊരു ഡബിൾ ട്രീറ്റ് ആയിരുന്നു സത്യം പറഞ്ഞ. പാട്ട് മാത്രമല്ല, ഡാൻസ്, അത് ശരിക്കും എൻജോയ് ചെയ്ത് പാടി രണ്ടുപേരും. നമ്മൾ ആ തുടക്കം മാത്രം ആ വോയിസ് ട്രെയിൻ കൊണ്ടായിരിക്കും ചിലപ്പോൾ അത്ര ഇംപ്രസീവ് ആയിരുന്നില്ല ദ ഫസ്റ്റ് ഹമ്മിങ്. ദാറ്റ് കുഡ് ബി ബെറ്റർ കേട്ടോ. ആൻഡ് അതർവൈസ് ഇറ്റ് വാസ് എ റിയൽ വിഷ്വൽ ട്രീറ്റ്. ബെസ്റ്റ് ഓഫ് ലക്ക്. ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബ്യൂട്ടിഫുൾ ഡ്യുവറ്റ്, നല്ല രസത്തിൽ പാടി, കാണാനും ഭയങ്കര രസം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. എൻ്റെയും ഫേവററ്റ് സോങ് ആണ്. MJ സാർ പറഞ്ഞ പോലെ എന്നെയും പാട്ടിലാക്കിയ പാട്ട് ആണ് അത്. ഇതിലത്തെ ബേസ് ലൈൻ ആയാലും വീണ പീസസ് ആയാലും വയലിൻ ആയാലും, ഫ്രാൻസിസ് ചേട്ടാ, എല്ലാവരും അമേസിങ്. ഡാൻസ് ശ്രദ്ധിക്കാൻ ഇടയ്ക്ക് പറ്റുന്നില്ല, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്രിയേഷനാണ് ഈ പാട്ട്. ആൻഡ് ഇതിപ്പം നേരത്തെ സാറ് പറഞ്ഞു തരുമ്പോഴേ എല്ലാ നോട്ടും രണ്ടുപേരും ഹിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ടെമ്പോയില് അത് പാടി വരുമ്പോൾ കുടുങ്ങും ഇല്ലേ? നമുക്ക് സ്ലോ ആക്കി നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് പാടി വരാൻ പറ്റും. പക്ഷെ ആ ടെമ്പോയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താവും, ഒന്ന് അയ്യോ ഇതെനിക്ക് കിട്ടിയതാണല്ലോ, പെട്ടെന്ന് ശ്വാസം വലിക്കാൻ സമയം ഉണ്ടാവില്ല, പെട്ടെന്ന് പല മൈന്യൂട്ട് ഡീറ്റെയിൽസും മിസ്സായി പോകും. ബിക്കോസ് ഇറ്റ്സ് എ ടഫ് സോങ്. ഓക്കെ, ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ്. ഓൾ ദ ബെസ്റ്റ് ടു ബോത്ത് ഓഫ് യു. പിന്നെ ഒരു കുഞ്ഞു സ്ഥലത്ത് മെല്ലെ മെല്ലെ മുത്തുമാല, ആ മുത്തുമാല ചാർത്തുകയായി, ആ മുത്തുമാല എന്ന് പറഞ്ഞ് പാടിയ സ്ഥലത്ത് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. ബാക്കിയൊക്കെ അടിപൊളി. മിടുക്കന്മാരാണ്, മിടുക്കികളാണ്. ഓക്കെ, ഒരു സ്പെഷ്യൽ കൈയടി കൊടുക്കണം. എന്തിനാ അറിയില്ലേ, ഈ ഷേമോളിനെ ഡാൻസിങ് പഠിപ്പിച്ചില്ലേ? ക്ലാസിക്കൽ അതും. യെസ്, ദാറ്റ്സ് റൈറ്റ്. ഗുഡ്, വെൽ ഡൺ. ദിയ കുട്ടി ആൻഡ് ശ്രേയ കുട്ടി, both of you are getting together 97.25. ശരി, അപ്പോൾ all the best to both of you. Thank you. All the best. Bye bye. ടോപ്പ് സിംഗറിൽ ഇനി ഒരു ഡിവറ്റ് പെർഫോമൻസ് ആണ് വരാൻ പോകുന്നത്. മൈഥിലി കുട്ടിയും ദുർഗയും എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ദുർഗ ആൻഡ് മൈഥിലി ഓൺ സ്റ്റേജ്. നല്ല രസമുണ്ട് രണ്ടുപേരെയും കാണാൻ. ഇത് മൈഥിലി ഫോട്ടോസ്റ്റാറ്റ് പോലെ ഉണ്ട്. അതെ,
ഞാൻ പറയട്ടെ, മൈഥിലിയും ദുർഗയും അല്ല, ഒരാള് തുമ്പ ഒരാള് തുളസി അല്ലേ? ആരാണ് തുമ്പ, ആരാണ് തുളസി? ഞാൻ തുമ്പ, ഞാൻ തുളസി. എങ്ങനെയാണ് ഇങ്ങനെ ഫോട്ടോ സ്റ്റാർട്ട് ആയത്? ഞങ്ങള് ഞങ്ങളുടെ രണ്ടുപേരുടെ അമ്മമാർ ഒരുപോലെ തുണി എടുത്ത് തയ്പ്പിച്ചതാ. ഓ അപ്പൊ പാട്ട് ഏതാന്ന് എനിക്ക് മനസ്സിലായി. തുമ്പയും തുളസിയും അല്ലേ? അതെ. ഡീറ്റെയിൽസ് പറയട്ടെ. അപ്പൊ സിനിമ മേഘം, ഇയർ 1999, എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി സാർ, മ്യൂസിക് ഔസേപ്പച്ചൻ സാർ, പാടിയത് ചിത്രാമ്മ. അപ്പൊ പൊളിക്കണം. ഡാൻസ് ഉണ്ടാവുമല്ലോ അല്ലേ? ലല്ലല്ലോ അല്ലേ? ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ. അപ്പോ തുമ്പയും തുളസിയും കുടമില്ല പോവും, അതെ. മൂന്നേരും കൂടെ അങ്ങോട്ട് വിരിഞ്ഞ് നന്നാവണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. താങ്ക് യു.
അങ്ങോട്ട് വരട്ടെ? ഇല്ല, ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. വെറുതെ ചോദിച്ചതാ. വെറുതെ ചോദിച്ചാ. ക്വസ്റ്റ്യൻ നമ്പർ 1. മൈഥിലി കുട്ടിയാണോ കൊറിയോഗ്രാഫി? അതെ. അത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. കാരണം മൈഥിലിക്കുട്ടി തുടങ്ങിയിട്ടാണ് പിന്നെ ഇവിടെ ദുർഗു തുടങ്ങണോ ലീഡിങ് മാത്രമല്ല, ഒരു ലേറ്റൻസി ഉണ്ട്. മൈഥിലിക്കുട്ടി കുറച്ച് തുടങ്ങിയതിന് ശേഷമാണ് ദുർഗു ഇങ്ങനെ നോക്കിട്ട് ഞാനും ചെയ്യണല്ലേ ചെയ്യുന്നില്ലേ. അത് രസമുണ്ടായിരുന്നു. എന്നാലും പിന്നെ പാട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ദുർഗുവാണ് പെർഫെക്റ്റ്. മൈഥിലിക്കുട്ടി നന്നായിട്ട് പാടുന്നുണ്ട്, പക്ഷെ എനിക്ക് ഒരുപാട് സ്ഥലത്ത് കുറച്ച് ഔട്ട് ഓഫ് ട്യൂൺ ആയിട്ട് തോന്നി. ദുർഗു എന്തോ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പല ലൈൻസും സൂപ്പർ പെർഫെക്റ്റ് ആയിട്ട് പാടി. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ. മൈഥിലിക്കുട്ടി ആ മേളിലൊരു സംഗതി പാടിയില്ലേ, ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആള് ഒരിക്കലും ഇവിടെ ശ്രുതിയെ പറ്റി നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ല കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കൂട്ടുകാരാണ്, നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യും. ഇങ്ങനെയാണേ എന്ന് പറയേ. രണ്ടുപേരും കൂടെ അവസാനം തുമ്പയും തുളസിയും പാടിയില്ലേ. അപ്പോ തുളസിയും തുമ്പയും കൂടെ അവിടെ ഒരു ചേർച്ചക്കുറവ് എനിക്ക് ഫീൽ ചെയ്തു. രണ്ടുപേരും രണ്ട് സംഗതി പാടിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അവിടെ അവിടെ ദുർഗു പാടുന്ന എങ്ങനെ, അവിടെ രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷെ രണ്ട് സ്പീഡിലാണ് ആ സംഗതി. ഒരേ സ്പീഡിൽ പാടിയാലേ ഒരേ പോലെ ഇരിക്കൂ, ഒരേ പോലെ ഇരുന്നാലേ കേൾക്കാൻ സുഖമുള്ളൂ. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ഒന്നിച്ച് പാടാനായിട്ട്. പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ ഒന്നുകൂടെ ഒന്നിച്ച് പാടിയിരുന്നെങ്കിലും. പല സ്ഥലങ്ങളും നമുക്ക് ഏതൊക്കെ രീതിയിൽ നമ്മുടെ ഒരു പെർഫോമൻസ് ബ്യൂട്ടിഫൈ ചെയ്യാമോ അതൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മൾ എടുക്കണം. എല്ലാം കൂടെ നല്ല രസമായിരുന്നു. ദുർഗക്കുട്ടി, മൈഥിലിക്കുട്ടി, എന്തോ നല്ല ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ, നല്ല കൊറിയോഗ്രാഫി ഒക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഇത് ശരിക്ക് ഒരു സോളോ സോങ് ആണ് അല്ലേ? അതെ. ഇത് സോളോ സോങ് ആയിട്ട് പാടി കഴിഞ്ഞാൽ ചിലപ്പോ പണി കിട്ടിയേനെ. ഭയങ്കര ബുദ്ധിമുട്ടാ പോലെ. രണ്ടാളും കൂടി സ്പ്ലിറ്റ് ചെയ്ത് പാടിയത് നന്നായി. കാരണം അതിൽ കുറെ സംഭവങ്ങളുണ്ട്. അതൊക്കെ മാക്സിമം നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ രണ്ടാളും. ഫസ്റ്റ് പല്ലവിയിലെ മോള് റിപ്പീറ്റ് ചെയ്തില്ലേ, അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ദാറ്റ്സ് ദ ഹൈലൈറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ട്രീറ്റ് ബോത്ത് ഓഫ് യു. ഗുഡ് ലക്ക്. ഭയങ്കര രസം കാണാൻ. ഒരുപോലെ സംസാരിക്കുന്നു, ഒരുപോലെ ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര. അമ്മമാരെ കാണാനും ഒരുപോലെ. അതെങ്ങനെ ഒരുപോലെ കാണാൻ ഒരുപോലെയാണ്? ഒരേപോലത്തെ ഡ്രസ് ഇട്ടിട്ടാണോ വന്നേ? ഇട്ടിട്ടല്ല, അല്ലെ ഞാൻ ചിലപ്പോ അമ്മയാണെന്ന് ഓർത്ത് ഞാൻ ഗീതു ആന്റീനെ ചെന്ന് വിളിച്ചിട്ടൊക്കെ ഒരുപോലെ അല്ലേ സംഭവമാണ്. രണ്ടുപേരും നന്നായിട്ട് പാടി. എനിക്കിഷ്ടപ്പെട്ട ഒരു സോങ് ആണ്. നമ്മളൊരു ഡ്യുവറ്റ് പെർഫോമൻസ് ആവുമ്പം നമ്മുടെ കോൺഫിഡൻസ് തമ്മിൽ ഷെയർ ആവും. അതെനിക്ക് കാണാനുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും പാടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കോൺഫിഡൻസ് ദുർഗക്കുട്ടി മൈഥിലിക്കുട്ടിക്കും, മൈഥിലിക്കുട്ടി ദുർഗക്കുട്ടിക്കും കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും കാണാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളും നമ്മൾ അറിയാതെ ഷെയർ ആയി പോകും. ഓക്കെ, അതും കണ്ടു. അപ്പോഴാണ് അവിടെ ഒരു പിച്ചിന്റെ പ്രശ്നം ചെറുങ്ങനെ എവിടെയോ വന്നു. ഒരാൾക്ക് തുടങ്ങി, മറ്റേയാളെ ഇങ്ങനെ അറിയാണ്ട് നമ്മൾ ഇങ്ങനെ വലിഞ്ഞു പോവും. അതിന്റെ കൂടെ ടേക്ക് ഓവർ ചെയ്ത് അതങ്ങനെ വന്നു പോവും. അപ്പൊ അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ നടന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം. തൊഴുകയ്യായി വിരിയണ മലനാട്, തൊഴുകയ്യായി ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട്. ക്രിസ്പ്. എനിക്ക് തോന്നിയത് ദുർഗക്കുട്ടിക്ക് നാച്ചുറലി ചില സംഗതികൾ പാടാൻ ഒരു പ്രത്യേക ഒരു കഴിവുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതില് ഒരു കീ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സംഗതിയാണ് ഈ തൊഴുകൈ. യെസ്, ആ ഒരു സ്റ്റൈൽ ഓഫ് സംഗതി ഈസ് വെരി ഈസി ഫോർ ദുർഗക്കുട്ടി. കഷ്ടമാണ്, പക്ഷേ ഷീ മെയ്ഡ് ഇറ്റ്. ഷീ ഡിഡ് ഗ്രേറ്റ് വിത്ത് ഇറ്റ്. മൈഥിലിക്കുട്ടി ചെറുങ്ങനെ ഒന്ന് പിച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് പൊളിച്ചെടുക്കായിരുന്നു. ഓക്കെ, പക്ഷെ അടുത്ത പ്രാവശ്യം നമ്മൾ പൊളിക്കും അല്ലേ? ഇല്ലേ? കോൺഫിഡൻറ്റ്? യെസ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. തീർച്ചയായിട്ടും നമ്മൾ ഒരു നെക്സ്റ്റ് ടൈം ഇല്ല എന്നുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. ഇനി ഇംപെർഫെക്റ്റ് ആവൂല എന്ന് തോന്നുന്ന രീതിയിൽ വരെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഇംപെർഫെക്ഷന് ഒരു പൊസിഷനും എവിടെയും ഇല്ല എന്ന് കാണണം മനസ്സിൽ. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ പോലും ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോകും. അതാണ് ഹ്യൂമൻ എറർ എന്ന് പറയുന്നത്.
അത് നമുക്കെല്ലാം സംഭവിക്കുന്നതാണ്. അപ്പൊ അതൊന്നും കുഴപ്പമില്ല. ഈ കൂട്ടായ്മയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മാർക്കിലേക്ക് കിടക്കാം അല്ലേ? യെസ്. അപ്പൊ ഇന്ന് ദുർഗുന് 97.5, മൈഥിലി കുഞ്ഞിന് 97 ഔട്ട് ഓഫ് 100. അപ്പൊ എന്തായാലും പെർഫോമൻസ് സൂപ്പർ ആയിരുന്നല്ലോ, സൂപ്പർലേറ്റീവ് പെർഫോമൻസ് ആണല്ലോ. അപ്പൊ അതിനാണ് ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് ദി ഡേ. അപ്പൊ രണ്ടുപേർക്കും ബിലീവായിട്ട് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ബൈ. മീനൂട്ടി എന്തോ എന്നെ എല്ലാ ദിവസവും പഠിപ്പിക്കുന്നതാണ് ബ്രഷ് ബിഫോർ ബെഡ്. അതെ, മീനൂട്ടി ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. അരിജി ചെയ്യാറുണ്ടോ? ഞാനും ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ അതുപോലെ എല്ലാരും ചെയ്യണം. ബ്രഷ് ബിഫോർ ബെഡ് അത് വളരെ നല്ല ഒരു ശീലമാണ്. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോട് കൂടി തന്നെ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ ഇന്നത്തേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മൾ ഇതേപോലെ ഒരു മനോഹരമായിട്ടുള്ള എപ്പിസോഡുമായിട്ട് നാളെ വീണ്ടും കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.